നമുക്ക് ഇവിടുന്ന് നേരെ ഇപ്പൊ നേരത്തെ വാട്സപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയ കമ്പനികള് മറ്റേ നമുക്കറിയാം FB ഒക്കെ തുടങ്ങി ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങുന്നതിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നതിന്റെ കഥകൾ. അതെ, അവിടെ നിന്നാണ് സ്റ്റാർട്ടപ്പുകളുടെ. ഇപ്പൊ നേരത്തെ നമ്മൾ സ്റ്റാർട്ടപ്സിനെയോ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിനെയോ ഒക്കെ കണ്ടിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു മണി വേറെ രീതിയിൽ ഡീൽ ചെയ്യുന്നത് തെറ്റാണെന്നോ, അത് നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു സാധനമാണെന്നൊക്കെ ഒരു നോഷൻ പൊതുവെ കേരളീയ സമൂഹത്തിന് ഉണ്ടായിരുന്നു. ബിസിനസ് ചെയ്യുന്ന ആളുകൾ മുതലാളിമാര് അല്ലെങ്കിൽ വേറെ ഇതിൽ പണം കൈകാര്യം ചെയ്ത്. പക്ഷെ ആ ഒരു എക്കോസിസ്റ്റം പാടെ മാറിയിട്ട് ഇതിന്റെ ഒരു എന്താ പറയാ, അതിനൊരു ആർട്ടും കൂടെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ എല്ലാത്തിനും ഒരു ബിസിനസ് അത് തന്നെയാണ് ആവശ്യം എന്ന് തോന്നുന്നു. അതിന്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ, ഇതിനെ വിഷൻ ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ആ ഒരു കാലവും ഈ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? അതൊരു വലിയൊരു മാറ്റമാണ്. അതിന് ഏറ്റവും വളരെ എളുപ്പത്തിൽ പറയാറുള്ളത്, നിങ്ങൾ മൂവി കാണുക. മൂവിയില് ഒരു ബിസിനസ്സുകാരനെ നമ്മൾ ചെയ്തത് ജോസ് പ്രകാശ് വളരെ ക്രൂരനായിട്ട്, അതെ അതെ, ഒരു എല്ലാവരെയും ഭയങ്കരമായിട്ട് വളരെ ക്രൂരനായ ഒരു ക്യാരക്ടറായിട്ടാണ്. അതിൽ നിന്ന് പൃഥ്വിരാജിലേക്കാണ് വരുന്നത്, വളരെ സ്മാർട്ടായിട്ടുള്ള. അപ്പൊ ഇതാണ് ശരിക്കും ആ സമൂഹം എങ്ങനെയാണ് എന്റർപ്രണർഷിപ്പിനെ കാണുന്നുള്ളതിന്റെ വ്യത്യാസം, പ്രതിഫലനം അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്നാലും ഈ നമ്മുടെ സാധാരണ സമൂഹത്തിലുള്ളവർക്ക് ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും ഒരു റിസ്കി ആണെന്നും, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യുക എന്നുള്ള ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ, സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലല്ല, ഓൾറെഡി ബിസിനസ് ചെയ്തവരല്ല, പുതിയവർക്ക് അവരൊരു എന്റെ മകനൊരു ജോലി കിട്ടുക, എന്റെ മകനൊരു ജോലി കിട്ടുക, ജോലി കിട്ടുന്നവരെ വേണമെങ്കിൽ ബിസിനസ് ചെയ്തോട്ടെ എന്നുള്ളൊരു തോട്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു എന്തുകൊണ്ടാണ് കേരളത്തില് സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാൻ നമുക്ക് ചലഞ്ച് ആവുന്നത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നമ്മളൊരു 5 ലെയർ മോഡൽ ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഇതിനെ ഇവാഞ്ചലൈസ് ചെയ്യണം. ഈ കൺസെപ്റ്റ് ഓഫ് എ സ്റ്റാർട്ടപ്പ് ഇവാഞ്ചലൈസ് ചെയ്യണം. അപ്പൊ അതിന് ഒരേ ഒരു മാർഗ്ഗം ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുക, ഇതിനെ ഗ്ലാമറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാനാണ് തുടങ്ങിയത് ഞാൻ പറയില്ല. അതിന് മുമ്പേ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ ഇത് വളരെ നന്നായിട്ട് അവർ ചെയ്തു. അവർ ഇവിടെ നിന്നുള്ള സ്റ്റാർട്ടപ്പ് കുട്ടികളെ സിലിക്കൺ വാലിയിൽ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇവർക്കൊരു ഓഡിയൻസ് കൊടുത്തു. അപ്പൊ എന്റെ കുട്ടിക്ക് ചീഫ് മിനിസ്റ്റർ മുമ്പ് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു വളരെ സീരിയസ് ആണെന്ന് പേരൻസ് എന്നെ കണ്ടു. അവിടെയാണ് അത് എന്റെ തുടക്കം എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ റിയലി ഗ്ലാമറൈസ് ചെയ്തു. അതായത് വി ഹാവ് ഡൺ ലോട്ട് ഓഫ് ഈവെന്റ്സ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഓൾ. ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പൊ ഒരു ഗ്ലോബൽ ഇവന്റ് എന്ന് പറയുന്ന ഹഡിലാണ്. ആ ഹഡില് സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയതാണ്. അപ്പൊ അത് ഇപ്പൊ 5ാമത്തെ എഡീഷനാണ്. ഒരു 50,000, 5,000, 6,000 ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അവര് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. വി ടുക്ക് മീഡിയാസ് ഹെൽപ്പ്, especially national media's help, where they actually start carrying the stories of startups. അപ്പൊ അതിലൊരു ക്ലാസിക് എക്സാമ്പിൾ ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട്, ഇത് ഡ്രെയിൻ ക്ലീനിങ് റോബോട്ട്. അവർ ആ തുടങ്ങിയ കാലത്ത് തന്നെ ഞങ്ങൾ CNN-നെയൊക്കെ അപ്രോച്ച് ചെയ്ത് അവർ വന്ന് കവർ ചെയ്തു. അത് നാഷണൽ ലെവലിൽ പോയി. അപ്പോൾ ബേസിക്കലി യു ആർ ഇവാഞ്ചലൈസിങ് ആൻഡ് യു ആർ പ്രൊമോട്ടിങ് ദിസ് ഹോൾ തിങ്. അപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ചോയ്സ് അല്ല, നിങ്ങളെ പഠനത്തിന് കൂടെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കമ്പനി തുടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിലുള്ള ഒരു ലെയർ ആദ്യം ബിൽഡ് ചെയ്തു. അടുത്തല്ലേ, അപ്പൊ ഇതുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവില്ല. ഇപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു, എന്റെ പേരൻസിനും ഒക്കെയാണ്. പക്ഷെ എനിക്ക് നോളജ് വേണം. ഈ ഒരു കമ്പനി തുടങ്ങുന്നത് ഒരു ജോലിക്ക് പോകുന്നതിനേക്കാളും പാടാണ്. കാര്യം ഞാൻ തന്നെ എല്ലാം ചെയ്യണമല്ലോ. അല്ലെങ്കിൽ അപ്പൊ അതിന് നോളജിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ടെക്നോളജി നോളജിന് വേണ്ടിയിട്ട് വി ഹാവ് ക്രിയേറ്റഡ് നോളജ് ലെയർ. ആ നോളജ് ലെയറിന്റെ ഭാഗമായിട്ട് പലരും പറയാത്ത കാര്യമാണ്, കേരള ഗവൺമെന്റ് ആണ് MIT ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് MIT-യുടെ പുറത്ത്, അമേരിക്കയുടെ പുറത്ത് ഏറ്റവും വലിയ ഫാബ് ലാബ് കൊച്ചിയിലാണ് ഉള്ളത്. ഡയറക്റ്റ് ആയിട്ട് MIT ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മളിവിടെ കൊണ്ടുവന്നു. വളരെ യുണീക്ക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് വേർ സ്റ്റുഡൻസ് ക്യാൻ നെവർ തിങ്ക് അബൌട്ട് ഡൂയിങ് ഇറ്റ്. ഒരു 20ഓളം മിനി ഫാബ് ലാബ്സ് കൊണ്ടുവന്നു. അപ്പോൾ നോളജ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്സ് ഇതിനകത്ത് ഒരു പരിധി വരെ കവർ. അപ്പോൾ യു ആർ പാഷനേറ്റ്, യു ഹാവ് നോളജ്. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഫെയിലുവർ ആണ്. നമുക്ക് ഫെയിൽ ചെയ്യണത് വലിയ പാടാണ്. അപ്പൊ വി വാണ്ടഡ് ടു ഗീവ് ദം എ പ്ലേസ് വെയർ ദേ ക്യാൻ എക്സ്പെരിമെന്റ്. സോ വി സേ ദാറ്റ്
from evangelization to knowledge, you actually do play, you experiment, you fail, no problem. ഒരു സീറോ റിസ്കിൽ നിങ്ങൾക്ക് ഫെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ചെയ്ത് നോക്കൂ. ഫെയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല, ഫെയിൽ ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു എൻവറോൺമെന്റ് നമ്മൾ കൊടുത്തു. ആ എൻവറോൺമെന്റ് ചെറിയ മണിയായിരിക്കും കൊടുക്കുക, 2 ലക്ഷം രൂപ കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ നോക്ക്, ഫെയിൽ ആവണമെങ്കിൽ കുഴപ്പമില്ല, പൈസ പോയെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇതിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ മതി എനിക്ക്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നതിൽ എത്രയോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി 200 കോടി രൂപ ഒരു യൂണിക്കോൺ ഉണ്ടായാൽ മതി. അപ്പൊ ഇതിപ്പോ എല്ലാവരും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലേയിങ് സ്പേസ് നമ്മൾ ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള സ്പേസുകൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ കുട്ടികൾക്ക് വരാം, ഇന്നോവേറ്റേഴ്സിന് വരാം, പിന്നെ ഈ വർക്ക് ചെയ്യുന്നവർക്ക് വരാം. പലരും വർക്ക് ചെയ്യുന്നവർക്കും നല്ല ഐഡിയാസ് ഉണ്ടാവും, അവർക്ക് വരാം, അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ്, നൗ യു ആർ ready to say that okay, my idea is something which I can take it forward. So then we make it a serious business. Avada we have created an incubation with accelerated space. മാത്രമല്ല ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡിന്, നമുക്ക് കേരളത്തിന് ഗ്രാൻഡ് ഒരു ലെവലിൽ കൂടെ കൊടുക്കാൻ കഴിയില്ല. നമ്മളൊരു ഫണ്ട് ഓഫ് ഫണ്ട് എന്നുള്ള രീതിയിൽ, അതായത് കേരള ഗവൺമെന്റ് ഏഞ്ചൽ ഫണ്ടുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഏഞ്ചൽ ഫണ്ടുകൾ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഡബിള് അവർ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടപ്പിൽ ഇടും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് ഒരു 100 കോടിയുടെ ഒരു ഫണ്ടാണെങ്കിൽ ഞാൻ അതിൽ 5 കോടി ഇടുക. ദ കണ്ടീഷൻ ദാറ്റ് 10 crore യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ കേരള സ്റ്റാർട്ടപ്സ്. പക്ഷേ 10 കോടി അല്ല കേരള സ്റ്റാർട്ടപ്പിൽ വരുന്നത്, ഈ 100 കോടിയും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് വരികയാണ്. അല്ല, ഈ ഫണ്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ നോക്കുമ്പോൾ ഫണ്ടിന് കേരളമാണോ മറ്റാണോ എന്നുള്ളതൊന്നുമില്ലല്ലോ. നല്ലതാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ദി മൊമെന്റ് ഐ പുട്ട് ദിസ് ബെയ്റ്റ് അല്ലെങ്കിൽ ഒരു ദിസ് മോഡൽ ഇട്ടുകൊടുത്തപ്പോ ഇവര് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ നോക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ സഡൻലി ഗെറ്റ് ആക്സസ് ടു thousands of crores of funds. അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എങ്ങാണ്ട് 20 കോടി രൂപ ഇട്ടിട്ട് 1200 കോടി രൂപയുടെ ഫണ്ടിനെ ഇവിടെ നമുക്ക് എക്സ്പോസ് ചെയ്യിക്കാൻ പറ്റി. അത് അവര് ഇവിടെ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ ഈ ഇത് ശരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നന്നായിട്ട് നടന്ന ഒരു ഫണ്ട് ഓഫ് ഫണ്ട് മോഡൽ കേരളത്തിന്റെയാണ്. ഇത് കഴിഞ്ഞ അവസാനത്തെ സ്റ്റേജിൽ വി വിൽ ഓൾസോ പ്രൊവൈഡ് ദം എന്റർപ്രൈസ് സപ്പോർട്ട്, ഇൻക്ലൂഡിംഗ് സപ്പോർട്ട് ഫോർ ഗ്ലോബൽ എക്സ്പോഷർ. അവർ നമുക്ക് ഇപ്പൊ ജൈടെക്സ് വഴിയൊക്കെ പോയി നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് പേർക്ക് പുറത്ത് പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വേൾഡിലെ എല്ലാ മേജർ ആയിട്ടുള്ള ഇവന്റ്സിലും സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ പോകും. അപ്പൊ ഈ ഒരു 6 ലെവൽ ഓഫ് മോഡൽ കൊണ്ട് ആ ഒരു ചെറിയ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഇവിടെ നിന്ന് വരുന്ന ഒരു സ്ട്രീം ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ പരിധി വരെ കഴിയും. ആൻഡ് ഒബ്വിയസ്ലി ആസ് യു സെഡ്, കേരള കിഡ്സ് ആർ വെരി ക്രിയേറ്റീവ്. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടും അവർക്ക് ആ എൻവറോൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ പലപ്പോഴും ഇവിടെ നിൽക്കാത്തത്. ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം റിയലി ഹെൽപ് ദം, മെനി ഓഫ് ദം, നോട്ട് ഓൾ ഓഫ് ദം, മെനി ഓഫ് സം ഓഫ് ദം. കുറച്ച് കഴിയുമ്പോൾ അവർ ബാംഗ്ലൂരിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവർ അവിടെ ഇതിനേക്കാളും വലിയൊരു എക്കോ സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇതെല്ലാം എക്കോ സിസ്റ്റം വഴിയാണ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോഴെല്ലാം നെറ്റ്വർക്ക് വഴിയാണ് ഡെവലപ്പ് ചെയ്യുക. ആ ഒരു എക്കോ സിസ്റ്റം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന ആളുകളിലേക്കുള്ള ഒരു കൺവേർഷൻ റേറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതിനകത്ത് നിന്ന് സക്സസ്ഫുൾ ബിസിനസ് കക്ഷികൾ എത്രത്തോളം വന്നിട്ടുണ്ടാവും? അവിടെ ഒരു ഇഷ്യൂ, ഒരു പോയിന്റ് ഉള്ളത്, ഈ സക്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. കാര്യം നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എത്ര യൂണിക്കോൺ ഉണ്ട്? യൂണിക്കോൺ എന്ന് പറയുന്നത് 1 ബില്യൺ വാല്യൂഷൻ വരുന്നതാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര യൂണിക്കോൺ വേണം? എനിക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. ഞാനൊരു 100 രൂപ ഇട്ടിട്ട് 0.0000% ഓഫ് ഷെയർ എടുത്താൽ മതിയല്ലോ, അപ്പോഴേക്കും വാല്യൂ ആവുമല്ലോ. അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പൊ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡിനെക്കാളും പ്രോഫിറ്റ് ബേസ്ഡ് ആണ്. അവര് എത്രയും പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവാൻ നോക്കും. അതേസമയം ഇപ്പൊ ബാംഗ്ലൂരോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കേൾക്കുന്ന വളരെ വലിയ സ്റ്റാർട്ടപ്പുകൾ, കേൾക്കുന്ന വലിയ സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും പ്രോഫിറ്റബിൾ അല്ല. ദേ ആർ ഹാവിങ് ഹ്യൂജ് വാല്യൂഷൻ, 10 ബില്യൺ 20 ബില്യൺ വാല്യൂഷൻ. പക്ഷെ അവർ പ്രോഫിറ്റബിൾ അല്ല. അവര് ഇട്ടുന്ന പൈസ കൊണ്ട് ഒരു ടോപ്പ് ലൈൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇവിടെയുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ഒരു പക്ഷേ അത് ആ കൺസർവേറ്റീവ് മൈൻഡ് സെറ്റ് ഓഫ് മലയാളി ആയിരിക്കാം. ഞാൻ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവണം, മറ്റൊരാളുടെ പൈസ വെച്ച് ചെയ്യുന്നതല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് നമുക്കൊരു നോൺ ലീനിയർ ഗ്രോത്ത് ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾ കുറവാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ ഡെത്ത് റേറ്റും അതുകൊണ്ട് കുറവാണ്. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ബാക്കി മറ്റ് പല എക്കോസിസ്റ്റത്തിലും ഒരു 70-80% സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആയപ്പോൾ നമുക്കൊരു 20% താഴെ സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആയിരുന്നു. കാര്യം അവർ പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് ദേ സർവൈവ്ഡ്. പക്ഷേ വിൽ യു ഹാവ് somebody who makes huge amount of value? The answer is
നോ. അതൊരു ഒരു ഒരു ചലഞ്ചാണ്. ഞാൻ ഒരു സ്റ്റാർട്ടപ്പിനോട് എങ്ങനെ അഡ്വൈസ് ചെയ്യും, നീ വാല്യുവേഷന് പോകണോ അതോ പ്രോഫിറ്റബിൾ ആവണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺസർവേറ്റീവ് ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനേ പറയാൻ പറ്റുള്ളൂ. അതൊരു ഒരു ഡയലമയാണ് ഓൾവേസ്. പക്ഷേ നമ്മൾ കേൾക്കുന്ന സ്റ്റാർട്ടപ്പുകളെല്ലാം മറ്റു ടൈപ്പാണ് നമ്മൾ കേൾക്കുന്ന. അതായത് ഇപ്പൊ യൂണിക്കോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പേരുകൾ കൂടുതലും പ്രോഫിറ്റബിൾ അല്ല. ഈ പ്രോഫിറ്റബിൾ സ്റ്റാർട്ടപ്പുള്ള പേരുകൾ കേൾക്കുക പോലും ഉണ്ടാവില്ല. അത് വി വാണ്ടഡ് ടു ക്രിയേറ്റ് എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് മോഡൽ ദെയർ. അങ്ങനെയുള്ളൊരു മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ സ്വിഗ്ഗിയുടെ കഥ പറഞ്ഞില്ലേ, സ്വിഗ്ഗി അല്ലെങ്കിൽ വാട്സപ്പ്, ഇതൊക്കെ നമ്മളുടെ പൊതു ലോകത്തിന്റെ തന്നെ ജീവിത രീതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന സംഗതി, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ സ്വാധീനിക്കുന്ന സംഗതികളാണ്. അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഐഡിയാസ് നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ജെൻ റോബോട്ടിക്സ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ ഒരു എല്ലാവരും പ്രോബ്ലമായിട്ട് കണ്ട ഒരു സാധനത്തിനെ, അല്ലെങ്കിൽ ആൾക്കാർ ഇഗ്നോർ ചെയ്യാൻ വിചാരിച്ചൊരു പ്രോബ്ലത്തിനെ അവരൊരു വളരെ സക്സസ്ഫുൾ വെഞ്ചറാക്കി മാറ്റി. പ്രത്യേകിച്ച് ഹാർഡ്വെയറിലൊക്കെ ഒരു സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. കാര്യം ഒരു മനുഷ്യൻ ഒരു ട്രെയിനിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാലോ, ഈ ഒരു ഓപ്പൺ ട്രെയിൻ കാണുമ്പോൾ തന്നെ നമ്മൾ മാറിപ്പോകുമ്പോൾ അതിനകത്ത് ഇറങ്ങുന്ന ഒരാളുടെ ജീവിതത്തെ മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ചേഞ്ചാണ്. അതുപോലെയാണ് AI ബേസ്ഡ് ആയിട്ടുള്ള, അത് പല ഇവന്റുകളിലും കാണാറില്ലേ. നമ്മളൊരു ഇവന്റിൽ പോകുമ്പോൾ യു വിൽ സീ കുറെ ഫോട്ടോസ് ആരോഗ്യമൊക്കെ എടുക്കും. നമ്മുടെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ ഇപ്പോ റീസെന്റ് ആയിട്ട് ക്യാൻവയ്ക്ക് ഇക്വലന്റ് ആയിട്ട് ബർഫി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻ ലോക്കൽ ലാംഗ്വേജ്. അപ്പൊ ഈ നമുക്കൊരു വെറൈറ്റി ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ജെൻ റോബോട്ടിക്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ അവർ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അവര് പ്രോഫിറ്റബിൾ ആണ്, അവർക്ക് വാല്യുവേഷൻ ഉണ്ട്, നല്ല മാത്രമല്ല അവര് കാരണം നമുക്കൊരു ലാർജർ ഇന്ത്യൻ കമ്പനി കേരളത്തിൽ വരാൻ പറ്റി. അല്ല, സോഹോ. കാര്യം സോഹോ ഇത് ഇങ്ങനെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ഇമ്പാക്ട് ഇൻവെസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒരുപാട് പേരുടെ ജീവിതം മാറ്റുന്നതാണല്ലോ. അപ്പം അങ്ങനെ സോഹോ ജെൻ റോബോട്ടിക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോഹോ ജെൻ റോബോട്ടിക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീധർ വെമ്പു ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ we actually talked to him and he found that Kerala is a nice place for him to expand his business. അപ്പോൾ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ജെൻ റോബോട്ടിക്സ്. അപ്പൊ ഇതേപോലെയുള്ള പല എക്സാമ്പിൾ അക്രോസ് ദി സ്റ്റേറ്റ് അവൈലബിൾ ആണ്. ചില സ്റ്റാർട്ടപ്പുകൾ കാരണം ലാർജർ കമ്പനീസ് കേരളത്തിൽ വന്നിട്ടുണ്ട്. IBM ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പിന്റെ അക്വിസിഷൻ റൂട്ടിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നീട് അവർ ഓഫ് കോഴ്സ് ദേ ഹാവ് സെറ്റ് അപ്പ് ദെയർ ഓൺ ലാർജ് സിസ്റ്റം. അപ്പൊ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ക്രിയേഷന് നമ്മുടെ സ്റ്റാർട്ടപ്സ് ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. പൊതുവെ ജെൻസിനെ പറ്റി പറയുമ്പോഴേ അവരൊരു സ്ഥലത്ത് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇല്ലാന്നും, ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയ പെട്ടെന്ന് തന്നെ അവർക്ക് ബോറടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതായത് നമ്മളൊക്കെ ജോലിയെ കണ്ടിരുന്ന രീതിയിലല്ല ഇവര് തൊഴിലിനെ കാണുന്നതെന്നുള്ളൊരു, അങ്ങനെയാണോ അനുഭവം? ആണ്. അതിന്റെ എനിക്ക് തോന്നുന്നു ജെൻസി ഭയങ്കര ഓണസ്റ്റ് ആണ്. സത്യം. ഹിപ്പോക്രസി ഇല്ലാത്ത ഒരു നമുക്ക് പലപ്പോഴും അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പോക്രസി അവരൊക്കെ പൊളിച്ചു കളയും. അത് നമ്മുടെ കുഴപ്പമാണ്, അവരെ കുഴപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ they will actually leave and then they are confident of themselves. And as I said, this is actually the concept of abundance. കാര്യം എന്തുകൊണ്ടാണ് നമ്മളൊരു ജോലി തുറന്നുകൊണ്ടിരുന്നത്? നമ്മളെല്ലാരും ജോലി ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ, അത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് we are not, at least we have been taught from our young days saying that there is a shortage. അതുകൊണ്ട് അല്ല, ഇവിടെ പ്രശ്നമാണ്, നീ വേറൊരാളെക്കാളും മറ്റു ബെറ്റർ ആവണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടും. ഇങ്ങനെ ഒരു നെറേറ്റീവ് അല്ലേ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നെറേറ്റീവ് ഇന്ന് മാറിയിട്ട് when they see there is an abundance, they actually chart their own things. അങ്ങനെ നമുക്ക് എക്സലൻസ് ഉണ്ടാവാൻ പറ്റുള്ളൂ. എക്സലൻസ് comes only when you allow people to think freely. അതുകൊണ്ട് തന്നെ ഈ ജെൻസി എന്ന് പറയുന്ന, അത് ജെൻസി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ ഞാൻ പറഞ്ഞ ക്രിയേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ളവർ. അങ്ങനെയുള്ളവരും നമുക്ക് വി ക്യാൻ ആക്ച്വലി ഫൈൻഡ് വി ക്യാൻ എക്സ്പെക്ട് സം ഫിനോമിനലി ഗ്രേറ്റ് സൊല്യൂഷൻസ്. സോ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അത് പലതും അവര് ബാക്കിയുള്ളൊരു പ്രോബ്ലംസായിട്ട് കാണുന്നതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഹെൽത്തിലാവാം, ട്രാഫിക്കിലാവാം, പൊല്യൂഷനിലാവാം, വേസ്റ്റിലാവാം, ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് അവർ കൊണ്ടുവരും. അതിന് അവർക്ക് ആ ഫ്രീ ഒരു റിജിഡ് ആയിട്ടൊരു സിസ്റ്റത്തിൽ കൂടി
പോകുമ്പോൾ പലർക്കും അത് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പല ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇഫ് യു ആസ്ക് വൈ ദിസ് റൂൾ ഇസ് ദെയർ യു ഡോണ്ട് ഹാവ് ആൻ ആൻസർ, ഇറ്റ് ഇസ് ദെയർ. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ദേ ക്വസ്റ്റ്യൻ, റൈറ്റ്? ആൻഡ് ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് ദേ ലീവ് ഇറ്റ്. അതൊരു പോസിറ്റീവ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ല. എനിക്ക് തോന്നുന്നു ഡെവലപ്പ് കൺട്രികളൊക്കെ ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പൊ നമുക്കത് ആയി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്തെ നമ്മൾ സ്കൂൾ സിസ്റ്റം മുഴുവൻ ഓൺലൈനിലേക്ക് വന്നു. നമ്മൾ ഇനിയുള്ള കാലം മുഴുവൻ ഡിജിറ്റൽ ഇതിലാണ് പഠനം നടക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ കണ്ട ഒരു സാധനം, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഇത് പ്രാപ്യമല്ലാത്ത ഒരു വലിയ വിഭാഗം ജനം അപ്പുറത്ത്, കുട്ടികൾ തന്നെ, ആ യങ് ജനറേഷൻ തന്നെ, നമ്മളെല്ലാവരും കുട്ടികൾ ഫോണിലാണ്, അതാണെന്താണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു വലിയ ജനവിഭാഗം ഉണ്ട്. അത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതിനൊരു റിയൽ സിറ്റുവേഷൻ എന്താണ് എന്ന് മാത്രമല്ല, നമ്മളിപ്പോ പറഞ്ഞില്ലേ കുട്ടികൾ ജോലി വിടുന്നു, പക്ഷെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനവും കൂടിയായിട്ട് മാറുന്നുണ്ട് കേരളം എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇതൊരു പാരഡോക്സാ, ഇത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. അതിനെ നമുക്ക് എങ്ങനെ ഒരു സാമൂഹികമായിട്ടൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഒരു റിയൽ സിറ്റുവേഷൻ എന്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതിൽ ആദ്യത്തെ പോയിന്റ്, ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ ഡിജിറ്റൽ ഡിവൈഡ് പക്ഷേ അത് എക്കണോമിക്കൽ മാത്രമല്ല, അത് എല്ലാ തലത്തിലും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഏജ് വൈസ് ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. അപ്പൊ അതൊരു ഇഷ്യൂ, അതൊരു ബേസിക് ടെക്നോളജിയുടെ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക അവസ്ഥ ഒരു വലിയ ഘടകമാണ്. പക്ഷെ അവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, യു പി ഐ. യു പി ഐ ഇസ് ആക്ച്വലി സംതിങ് വിച്ച് ബ്രിങ്സ് ഇൻ, യു ആർ സംബഡി ദാറ്റ് ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് ഞാനൊരു പാൻ ഷോപ്പിൽ പോകുമ്പോൾ എനിക്കൊരു QR കോഡ് കാണിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും, അപ്പൊ നമ്മൾ എന്താ പറയാ, അത് റൂറലാണ്, അവിടെ കണക്ടിവിറ്റി ഇല്ല. അപ്പം ബേസിക്കലി ഈ കുട്ടികൾ ആക്സസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഡിവൈസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഡിവൈസ് ഇല്ലാത്തത്, നെറ്റ്വർക്ക് ഇല്ലാത്തത് ഒരു പരിധിവരെ ചില സ്ഥലങ്ങളിൽ ശരിയായിരിക്കും. പക്ഷേ നമ്മുടെ ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ കുഴപ്പമാണ്. അതായത് ഈ നമ്മളൊരു ഫിസിക്കൽ എഡ്യൂക്കേഷനെ ഓട്ടോമേറ്റ് ചെയ്താൽ അത് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആവില്ല. ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ കീ എന്താണ്? അത് പേഴ്സണലൈസ് ആവണം. എനിക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മളൊരു പ്രീ ഇൻഡസ്ട്രിയൽ വേൾഡ് എടുക്കുകയാണെങ്കിൽ, അതായത് ഗുരുകുല വേൾഡ് എടുക്കുകയാണെങ്കിൽ, അന്നത്തെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഗുരുവിന് ഓരോ കുട്ടിയുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും നേച്ചർ അറിയാം. അപ്പൊ കസ്റ്റമൈസ് ആയിട്ടാണ് ഗുരു പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് നല്ല സ്കോളേഴ്സും വളരെ എഫിഷ്യന്റ് വാരിയേഴ്സും ഒക്കെ ഉണ്ടായതിന്റെ കാരണം അന്ന് ഒരു വൺ ടു വൺ ആണ്, മാത്രമല്ല പേഴ്സണലൈസ്ഡ് ആണ്. അതിൽ നിന്ന് മാറിയിട്ട്, പക്ഷെ അതിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഗുരുവിന് 10 വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ കുറച്ച് പേർക്ക് ഈ എഡ്യൂക്കേഷൻ ആക്സസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് മാസ് പ്രൊഡക്ഷനിലേക്ക് പോയി, മാസിഫിക്കേഷൻ വന്നു. ക്ലാസ്സിൽ 60 കുട്ടികൾക്ക് ഒരേ സബ്ജക്ട് ഒരേ രീതിയിൽ പഠിപ്പിക്കുന്നു. അപ്പൊ അവർക്ക് ആക്സസ് കിട്ടി, പക്ഷെ ഓരോരുത്തർക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി അതിൽ മിസ് ചെയ്തു പോയി. ഇപ്പോഴത്തെ ബ്യൂട്ടി ഓഫ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. നമുക്ക് മാസിനെ അഡ്രസ് ചെയ്യാം, അതേസമയം നമുക്ക് ഇൻഡിവിജ്വലിനെയും ചെയ്യാൻ പറ്റും. ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെന്ന് നോക്കിയ, എന്റെ ക്ലാസ്സിൽ 4 കുട്ടികൾ ഇരിക്കുന്നു. ഒരു കുട്ടിക്ക് ഇഷ്ടം ക്രിക്കറ്റാണ്, വേറൊരു കുട്ടിക്ക് ഇഷ്ടം മൂവിയാണ്, വേറൊരു കുട്ടിക്ക് ഇഷ്ടം ട്രാവലാണ്. ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ ഈ ഓരോ കുട്ടിക്കും ഇഷ്ടമുള്ള എക്സാമ്പിൾ എനിക്ക് ഡിജിറ്റൽ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഏജന്റ് ഉണ്ടാക്കിയാൽ മതി. ഈ കുട്ടിക്ക് പറയും, ഈ കുട്ടിയോട് ഏജന്റ് സംവദിക്കുന്നത് ക്രിക്കറ്റ് എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മുഗളിന്റെ ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുന്നത്, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ആ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതാണ് ശരിക്കും ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതല്ലല്ലോ നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് പകരം ഒരു ക്യാമറയുടെ മുമ്പ് പോയിട്ട് അതേ സാധനം തന്നെ പറഞ്ഞു. അപ്പൊ നാച്ചുറലി ഇത് കേൾക്കുന്നവൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ ബോർ അടിച്ചിട്ട് പോകും. അപ്പൊ അതല്ലാതെ ചെയ്യേണ്ടിരുന്നത് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കീ എലിമെന്റ് ഡിജിറ്റൽ എഡ്യൂക്കേഷനിൽ ഉണ്ടെന്നും അതിനു വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സിന് പ്രിപ്പയർ ചെയ്യുകയും വേണം. പക്ഷെ നമുക്ക് അന്ന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ആക്സസ് ഇറ്റ്. യു ക്യാൻ തിങ്ക് അബൌട്ട് ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉള്ള സമയത്തും നമ്മുടെ ഇപ്പോഴും ഒരു ലാർജ് എമൗണ്ട് ഓഫ് ബിസിനസ് ചെയ്യുന്ന വാട്സപ്പ് വഴിയാണ്. അത് റൂറൽ ഏരിയയിലും ഒരു കോസ്റ്റൽ ഏരിയയിലും ഇവിടെ എല്ലാം ഈ പറയുന്ന ചലഞ്ചിലൊക്കെ ആൾക്കാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിവൈസിനെയും നെറ്റ്വർക്കിനെയും അല്ല, അത് ഉണ്ട്, അത് സ്ട്രെങ്തൻഡ് ആയി വരും. പക്ഷെ അതിനേക്കാളേറെ കണ്ടന്റ് ആണ്. കണ്ടന്റ് നല്ലതല്ലെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ആൻഡ് ദെൻ ദ സെക്കൻഡ് തിങ് ഇസ് വെൻ യു ഡെവലപ്പ് ഇറ്റ്, തിങ്ക് ലൈക്ക് UPI. അതായത് മേക്ക് ഇറ്റ് സിമ്പിൾ, മേക്ക് ഇറ്റ് എഫിഷ്യന്റ് ആൻഡ് തിങ്ക് അബൌട്ട് യൂണിവേഴ്സൽ. ഈ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ
സാങ്കേതിക വിദ്യക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. Okay. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ പല വെബ്സൈറ്റിൽ ഇപ്പൊ നമുക്കൊരു ടാക്സ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം കോംപ്ലക്സിറ്റിയാണ്. അതേസമയം ഒരു UPI ചെയ്യുന്ന എന്ത് എളുപ്പമാണ്. Okay. അപ്പൊ ഇവിടെയാണ് ആ ഒരു ഡിസൈൻ തിങ്കിങ്ങിന്റെ എലിമെന്റ് വരുന്നത്. നമ്മൾ കസ്റ്റമറിനെ നോക്കാതെയാണ് പലതും ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചെയ്യണമെന്നല്ല, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ കുട്ടികളും, അതായത് എവറി സ്റ്റുഡന്റ് ഇൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിച്ച് എവർ കോഴ്സ് ഹി ഓർ ഷീ ഈസ് ഡൂയിങ്, they have to undergo a course called DAYS, Digital Access for Community Empowerment. അവരെ നമ്മൾ സ്ട്രെസ്ഡ് കമ്മ്യൂണിറ്റീസിലേക്ക് വിടുക ചെയ്യുന്നത്. അത് ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റി ആവാം, ട്രൈബൽ കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ആവാം. അവിടെ പോയിട്ട് അവർ എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് ഡിജിറ്റൽ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ചെയ്യുന്നുണ്ട്. ആൻഡ് ഗുഡ് തിങ് ഈസ് ഈ ഒരു പ്രോഗ്രാമിന് ഔട്ട്പുട്ട് വന്നു തുടങ്ങിയപ്പോൾ ഇത് ഈ കേരളത്തിലെ one of the first large MNC called Alliance, French കമ്പനിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. അലയൻസ് ഇത് കണ്ടിട്ട് അലയൻസ് സ്റ്റാർട്ടഡ് സ്പോൺസറിങ് ദിസ് പ്രോഗ്രാം. ഇൻഫാക്ട് അതായത് ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. പക്ഷെ അലയൻസ് ഇത് കണ്ടിട്ട് അലയൻസിന്റെ ടോപ്പ് മാനേജ്മെന്റ് ഇതിന്, അതായത് അവരുടെ ടോപ്പ് മോസ്റ്റ് മാനേജ്മെന്റിന് ഇതിന് എടുത്ത് അവർ നമ്മളുമായിട്ട് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് അലയൻസിന്റെ എഞ്ചിനീയേഴ്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്യും. അത് അവരുടെ സപ്പോർട്ട് കിട്ടും ഇവരുടെ ക്യൂറേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ആക്ച്വലി പ്രൂഫ് ഓഫ് ഒരു നല്ലൊരു അപ്പൊ ഈ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയും ജനങ്ങളും എങ്ങനെ എക്സാക്ട്ലി എല്ലാ ക്ലാസ്സിലും പെട്ട കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ഈ റിസർവേഷൻ പരിപാടികളെല്ലാം അങ്ങനത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് റിസർവേഷൻ ആസ് പെർ ദ നോംസ് തന്നെയാണ്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, അണ്ടർ ഗ്രാജുവേറ്റ് ഇല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. എല്ലാ ഇതിലുള്ളതാണ്. എന്റെ ഡ്രീം എന്ന് പറയുന്നത് ഞാൻ പോകുന്നതിന് മുമ്പേ നമ്മുടെ അറ്റ്ലീസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ഫ്രീ ആക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി പ്രൊജക്ട്സുകൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡന്റ് ഇപ്പൊ നമുക്ക് 7% മാത്രമാണ് നമ്മുടെ റവന്യൂ സ്റ്റുഡന്റ് ഫീ എന്ന് കിട്ടുന്നത്. ആ 7% കൂടി നമുക്ക് വേറെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് ഫ്രീ ആക്കാന്നുള്ളതാണ്. എല്ലാവർക്കും ആക്സസിബിൾ ആവും. ഇപ്പൊ പക്ഷേ കുറച്ച് ഫീ ഉണ്ട്, പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ലേൺ വഴി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതും വേണ്ട, യു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് ഫ്രീ എന്നുള്ളതാണ് ഒരു ഡ്രീം. നിങ്ങൾ ആദ്യം ഉപയോഗിച്ച ഡിജിറ്റൽ ഡിവൈസ് എന്താ? ഞാനോ? ഞാൻ കമ്പ്യൂട്ടർ ആയിരിക്കും. ഫോൺ വന്ന സമയത്ത് ഏതായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്? ഫോൺ വന്ന സമയത്ത് ഉപയോഗിച്ചത് ഫസ്റ്റ് ഫോൺ എറിക്സൺ. അത് കഴിഞ്ഞ് മറ്റേ നമുക്ക് ആൾക്കാരെ തല്ലാൻ വേണ്ടി പറ്റുന്ന വലിയ സാധനം സോണി എറിക്സൺ അല്ല, സോണി എറിക്സൺ കെയിം മച്ച് ലേറ്റർ. പിന്നെ ഓഫ് കോഴ്സ് CDMA വന്നല്ലോ, റിലയൻസിന്റെ. ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് ചെയ്ത സമയത്തായിരുന്നു കമ്പ്യൂട്ടേഴ്സ് പോപ്പുലർ ആയിട്ട് വന്ന സമയത്ത്. ഈ മെക്കാനിക്കലിൽ നിന്ന് ഈ ഒരു ലോകത്തേക്ക് വരാനുള്ള ഡിസിഷൻ എപ്പോഴാണ് എടുക്കണത്? എന്തുകൊണ്ടാണ് എടുക്കുന്നത്? അല്ല, ഈ മെക്കാനിക്കലിൽ ഞാൻ കോളേജിലുള്ള സമയത്ത് കമ്പ്യൂട്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അന്ന് വന്ന സമയമാണല്ലോ. വളരെ നല്ലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഹു ഓൾസോ വാസ് മെക്കാനിക്കൽ പ്രൊഫസർ, ബട്ട് ഹി വാസ് ഓൾസോ പാർട്ട് ഓഫ് അവിടുത്തെ കമ്പ്യൂട്ടർ സെന്ററിന്റെ ചാർജ്. അപ്പൊ ഞങ്ങൾ കുറെ ചെയ്യുമായിരുന്നു, കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ മെക്കാനിക്കലിൽ തന്നെയാണ് എന്റെ കരിയർ തുടങ്ങിയത്, മെക്കാനിക്കലിലാണ്. അത് കഴിഞ്ഞ് ONGC-യിലായിരുന്നപ്പോഴും മെക്കാനിക്കൽ വർക്ക് ആയിരുന്നു. പക്ഷെ അവിടെയും നമുക്ക് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഐ മൂവ് ടു അക്കാഡമിക്സ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്കെയിലപ്പ് സാധനങ്ങൾ ആലോചിച്ച് തുടങ്ങിയത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് IIM ജോയിൻ ചെയ്തപ്പോ കേരളത്തിലെ കോഴിക്കോട് IIM ആണ് ആദ്യമായിട്ടൊരു നോൺ മെട്രോ സിറ്റി തുടങ്ങിയ IIM. ബാക്കിയുള്ള IIMകളെല്ലാം മെട്രോയിലാണ്, ലാർജർ ഇൻഡസ്ട്രിയൽ ടൗണിലാണ്. അഹമ്മദാബാദ് ആയാലും ലക്നോ ആയാലും ബാംഗ്ലൂർ ആയാലും കൽക്കട്ട ആയാലും. അപ്പൊ അതുകൊണ്ട് തന്നെ കോഴിക്കോട് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എക്സിക്യൂട്ടീവ്സിനെ കൊണ്ടുവരാൻ വളരെ വിഷമമായിരുന്നു. കാര്യം ഫ്ലൈറ്റ്സ് ഇല്ല, വരാൻ പാടാണ്, അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ട്. അപ്പൊ IIM എക്സിക്യൂട്ടീവ്സ് വരാതെ IIM ഫാക്കൽറ്റിക്ക് ഒരിക്കലും എന്താണ് ഇൻഡസ്ട്രി നടക്കുന്നത് അറിയാനും പറ്റില്ല. ദാറ്റ്സ് എ വേ വി ആക്ച്വലി എൻഷുർ ദാറ്റ് വി ആർ അബ്രസ്റ്റ് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇൻഡസ്ട്രി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വി തോട്ട് ദാറ്റ് വൈ ഡോണ്ട് വി യൂസ് ഡിജിറ്റൽ. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ കോഴ്സൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിങ്ക്രണസ് ഓൺലൈൻ കോഴ്സ് തുടങ്ങിയത് കോഴിക്കോട് IIM ആണ്. 2001 97 IIM തുടങ്ങിയത്. 2001 അന്ന് നമുക്ക് ക്യാമ്പസ് പോലും ഇല്ല, ചെറിയ ഒരു സ്റ്റുഡിയോയില് CDTയുടെ സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയ റൂമിനകത്തുള്ള സ്റ്റുഡിയോ വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ ലെവലിലൊരു പ്രോഗ്രാം. അന്ന് വി ഹാഡ് സ്റ്റുഡൻസ് ഫ്രം അക്രോസ് ഇന്ത്യ ആൻഡ് മെനി ടോപ്പ് എക്സിക്യൂട്ടീവ്സ് കമ്മിങ് ഇൻ എ ലൈവ് മോഡൽ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു,
ഒരു സ്റ്റുഡന്റ് ഗുവാഹട്ടി ഇരിക്കുന്നു, വേറൊരു സ്റ്റുഡന്റ് ബാംഗ്ലൂർ ഇരിക്കുന്നു, എല്ലാവരും ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വീഡിയോ ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ വെരി വെരി എക്സൈറ്റിംഗ് പ്രോഗ്രാം ആയിരുന്നു. ഇന്ന് കോഴിക്കോട് IIM വൺ ഓഫ് ദി ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് അത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഇത് IIM കോഴിക്കോട് തുടങ്ങിയ ശേഷം ബാക്കിയുള്ള എല്ലാ IIM-കളും തുടങ്ങി. വി ഹാവ് ആക്ച്വലി സെറ്റ് ദ തിങ്. ആൻഡ് ഇങ്ങനെയുള്ളൊരു ഓൺലൈൻ പ്രോഗ്രാമിന് എന്താ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് ദിസ് ബിക്കംസ് എ ഫസ്റ്റ് പ്രോഗ്രാം വിച്ച് ഗോട്ട് എ വേൾഡ് അക്രഡിറ്റേഷൻ ഇൻ 5 years ടൈം. 5 കൊല്ലം കൊണ്ട് നമുക്കൊരു വേൾഡ് അക്രഡിറ്റേഷൻ, ആംബ എന്ന് പറഞ്ഞ അക്രഡിറ്റേഷൻ ഈ പ്രോഗ്രാമിന് കിട്ടി. സോ വി ആക്ച്വലി മെയിൻറ്റെയിൻ ക്വാളിറ്റി in the whole thing. It helped IIM to create a big alumni network, good resources ഉണ്ടാക്കാൻ പറ്റി. ഒപ്പം we proved that digital is something which അപ്പോൾ 2001 തന്നെ ഒരുപക്ഷെ വേൾഡിൽ തന്നെ ആ സമയത്ത് 1-2 ഒരു ഫിനിക്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് US ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ this is one of the very successful program. We at that time we used to call it as interactive distance learning program, IDL എന്ന് പറയുന്നതെന്ന്. ഇപ്പം അത് മാറിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. സെയിം തിങ്, വി ഹവ് സെറ്റ് അപ്പ് ക്ലാസ് റൂംസ്. അത് അന്ന് നമ്മൾ ക്ലാസ് റൂമിൽ വരണം, വീട്ടിലിരുന്ന് ചെയ്യാൻ സമ്മതിക്കില്ല. കമ്പ്യൂട്ടേഴ്സ് ഉള്ള ക്ലാസ് റൂമുകളിൽ നമ്മൾ അക്രോസ് കൺട്രി സെറ്റ് ചെയ്തു ഒരു പാർട്ണറുമായിട്ടാണ്. അപ്പോൾ ബാംഗ്ലൂർ തന്നെ 5 സെന്റർ ഉണ്ടായിരുന്നു. അവർ ആ സെന്ററിൽ വരും. ആ സമയത്ത് കോഴിക്കോട് ഇരുന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. അവർ ഒരേ ലെവലിൽ അറ്റൻഡ് ചെയ്യും. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇത് തുടങ്ങുമ്പോൾ നമ്മൾക്കൊക്കെ അപ്രിയൻഷൻ ഉണ്ടായിരുന്ന റിമോട്ട് ആകുമ്പോൾ എത്ര എൻഗേജ്മെന്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അതാണ് കൂടുതൽ എൻഗേജ്മെന്റ്. കാര്യം എന്താ അറിയോ, നിങ്ങളൊരു ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാളെ നോക്കിയാണ് സംസാരിക്കുന്നത്. ഒരു ഐ കോണ്ടാക്ട് ആണ്. ഒരു ക്ലാസ് റൂമിൽ അത് കിട്ടില്ല. അപ്പൊ എപ്പോഴും എന്നെ ഒരു സാറ് നോക്കി അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നെ നോക്കി തന്നെ സംസാരിക്കുമ്പോൾ എന്റെ അറ്റൻഷൻ കൂടുതലും. പിന്നെ നമുക്ക് അനോണിമസ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ആ കുട്ടി പലപ്പോഴും അത് ചോദിക്കാത്തത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ളതാണ്. ഹൈലി ഇന്ററാക്റ്റീവ് ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us who were a part of it. അപ്പൊ അതുകൊണ്ട് തന്നെ കോവിഡ് വന്നപ്പോൾ IIM കോഴിക്കോടിലെ ഫാക്കൽറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കാര്യം they were all used to this. ഇന്നിപ്പോ IIM കോഴിക്കോട് വലിയ ഒരു പോർട്ട്ഫോളിയോ ഓഫ് ഓൺലൈൻ പ്രോഗ്രാംസും എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ഈ സ്പേസിലുണ്ട്. വി ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റിലെയും ആൾക്കാർ IIM കോഴിക്കോടിന്റെ അലുമിനി ആയിട്ടുണ്ട്. ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പല കോഴ്സുകളിലും. ഓരോ നിമിഷവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിന് ഭാവിയെ ഈ ഒരു ആസ്പെക്റ്റില് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് എന്ത് തരം മാറ്റത്തിലേക്കാണ് തലമുറ പോകുന്നത്, ലോകം പോകുന്നത്, രാഷ്ട്രീയം പോകുന്നത്, ഒക്കെ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് അങ്ങനെ വിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം കേരളത്തിന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് വരുന്ന ഒരു ലോകമാണ് വരുന്നത്. കാര്യം നമ്മുടെ വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത് ഇത് അഡ്രസ് ചെയ്യപ്പെടുകയാണ്. കാര്യം നമ്മുടെ ഒരു മേജർ വൾണറബിലിറ്റി ലാൻഡാണ്. അതൊരു വൾണറബിലിറ്റി അല്ല, പക്ഷെ അതൊരു കോമ്പറ്റേറ്റീവ് വൾണറബിലിറ്റി എന്ന് പറയാം. അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റ് ആൻഡ് അതർ തിങ്സ്. സോ അതൊരു പോസിറ്റീവ് ആണ്, പക്ഷെ അത് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യും. കാര്യം നമ്മുടെ കോമ്പറ്റേറ്റീവ് സ്റ്റേറ്റിലൊന്നും ആ പ്രശ്നം ഇല്ല എന്നതുകൊണ്ട് ആ മേഖലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനും ഇങ്ങനെയുള്ള അവന്യൂസിനും ഹെൽപ്പ് ചെയ്യുന്നത്. ലാൻഡ് ആവശ്യമില്ല, പൊല്യൂഷൻ ഇല്ല. വളരെ ഒരാൾക്ക് തന്നെ ഇന്നിപ്പോ എനിക്കൊരു നല്ലൊരു ഏജന്റിക്ക് AI ഉണ്ടെങ്കിൽ എനിക്കൊരു നല്ല കമ്പനി എനിക്ക് ഒറ്റയ്ക്ക് തുടങ്ങാം. അപ്പം വളരെ ചെറിയ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എന്റർപ്രൈസുകൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തുടങ്ങാൻ പറ്റും. ഇതിനേക്കാളും വേറെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് ശ്രീ ബാലഗോപാൽ സാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്, പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പോലെയാണ്. സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്തിന് സോഷ്യൽ ഡെവലപ്മെന്റ് വളരെ ആവശ്യമാണ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഉള്ളിടത്തേ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇടയ്ക്ക് അതിന് മുമ്പേയൊക്കെ വേണമെങ്കിൽ ചെറിയ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്ത് ഇൻഡസ്ട്രീസിനെയൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു റിയലി റിക്വയർ എ സോളിഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വിച്ച് വി ഹാവ് ഡൺ. ഇനിയത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സാങ്കേതിക വിദ്യ വരുന്നൊരു കാലത്ത് നമുക്ക് അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയോ കൊല്ലങ്ങളോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഇൻവെസ്റ്റ് ചെയ്തതിന് റിട്ടേൺസ് സ്റ്റേറ്റിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു നെഗറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി മാറിയിട്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു എന്നുള്ളത് എന്ന കാര്യങ്ങളും ഈ സ്റ്റാർട്ട് self-believing us, because many times we are very self-critical, which is to some extent criticism is good, but too much self-criticism actually we think that we are not capable. Self-criticism മാറ്റിയിട്ട് self-beliefലേക്ക് വരികയാണെങ്കിൽ this is actually going to be a era for digital era എന്ന് പറയുന്നത്
ക്യാൻ ആക്ച്വലി ബി ഇറ ഫോർ കേരളാസ് ആക്സലറേറ്റഡ് ഗ്രോത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് മുമ്പിൽ നിൽക്കാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് പറ്റുമെന്നാണ്. അതിന്റെ ഒരു റോള് പ്ലേ ചെയ്യുക എന്നത് തന്നെയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആഗ്രഹവും അതിന്റെ ഒരു വിഷനും എന്ന് പറയുന്നത്. അത് റെസ്പോൺസിബിൾ curating a responsible digital world where it should be more inclusive and it should actually reach to a larger number of people for their benefit. Okay. Thank you. Thank you very much.